amazing episode of Filmy Bazaar. An ultimate entertainment updates from movies. Alright, നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ക്യൂട്ടീസ് നൈറ്റീസ് ആണ്. സോ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആണ്. ട്രെയിലേഴ്സ് ഡേ ആണിന്ന്. അതെ, ഓൺലി ട്രെയിലേഴ്സ്. ഇന്ന് ട്രെയിലേഴ്സ് മാത്രമായിരിക്കും നമ്മൾ പ്ലേ ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോവാം. പൃഥ്വിരാജ് വീണ്ടും ഒരു പട്ടാളക്കാരനായിരുന്നു. എനിക്ക് തോന്നുന്നു പിക്കറ്റ് 43-ലും ഒരു മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ? അത് നല്ല ഒരു ക്യാരക്ടറായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു, കഥ പറയുന്ന ചിത്രമായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് വരാൻ പോകുന്നത് കറാച്ചി 81. KS ബാവയാണ് ഈ മൂവി ഡയറക്ട് ചെയ്യുന്നത്. ഇപ്പൊ KS ബാവയുടെ ഫസ്റ്റ് ചിത്രം ഇഡിയറ്റ്സ്. ആസിഫ് അലിനെയും സനൂഷേനെയും ഇഡിയറ്റ്സ് ആയിരുന്നു KS ബാവയുടെ ഫസ്റ്റ് മൂവി. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ ചിത്രീകരിക്കാൻ പോകുന്ന ആദ്യത്തെ മലയാള ചിത്രമായിരിക്കും കറാച്ചി 81. അതുകൊണ്ട് ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിന്. പിന്നെ അതുപോലെ തന്നെ മോസ്കോ, പിന്നെ അതുപോലെ രാജസ്ഥാൻ, കൊച്ചി ഇവിടങ്ങളിലൊക്കെയാണ് മറ്റ് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. സോ എന്തായാലും ഇനി മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അല്ലെ, ഇനിയും പൃഥ്വിരാജിലൂടെ ആരാണ് കോമ്പിനേഷൻ നായികയായിട്ട് വരുന്നത്, ഇതൊക്കെ ഉള്ളത് നമുക്ക് ഇനി അറിയാം. മെയിനായിട്ട് പട്ടാള വേഷം, അതെ, അവിടെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. ഇനി അതൊരു റൊമാൻറ്റിക് ആണോ, എങ്ങനെയുള്ള മൾട്ടി അല്ലേ? എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു സൗഹൃദത്തിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡുള്ള ഒരു മൂവിയായിരുന്നു. അവിടെ റൊമാൻസ് ഒക്കെ വളരെ കുറവായിരുന്നു അല്ലേ? ഒരു ഭീകര അവസ്ഥയായിരുന്നു അത്. സോ എന്തായാലും കറാച്ചി 81 നമ്മളെല്ലാവരും ഹോപ്പ്ഫുള്ളി പൃഥ്വിരാജിന്റെ മൂവീസ് എല്ലാം ഇങ്ങനെ വളരെ എക്സ്പെക്ടേഷനോട് കൂടി ഒരുപാട് ഇപ്പൊ ചെയ്തിരിക്കുന്ന മൂവീസ് എല്ലാം തന്നെ ഒരു മാർക്ക് ഇട്ടിട്ട് പോയി ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ് പൃഥ്വിരാജിന്റെ ഇനിയുള്ള മൂവീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫാൻസും എല്ലാവരും ഒരേപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കറാച്ചി 81 അതുപോലെ എക്സ്പെക്ടേഷൻ ഉള്ള നമ്മളിങ്ങനെ നിർത്തുന്ന ഒരു മൂവി ആയിരിക്കട്ടെ അല്ലേ? നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ക്യൂട്ടീസ് നൈറ്റീസ് ആണ്. അപ്പൊ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ട്രെയിലേഴ്സ് ഡേ ആണ്. അതാണ്. അപ്പൊ ഇന്ന് ട്രെയിലേഴ്സ് ആയിരിക്കും ഫുൾ പ്ലേ ചെയ്യുന്നത്. എനിവേസ് നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മൾ ഈ ലാസ്റ്റ് ആര്യന്റെ കാര്യമൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ആര്യ കിടിലൻ ഗെറ്റപ്പിലൊക്കെ ആയിരുന്നു. യോദ്ധാവ് മൂവിയിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ കൂടെ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരുന്നു. ആര്യ ഇങ്ങനെ ആ സ്വപ്നമൊക്കെ ഇങ്ങനെ നമ്മളോട് ഷെയർ ചെയ്തതൊക്കെ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും അല്ല, നെക്സ്റ്റ് ഒരു മൂവിയുടെ കാര്യമാണ്. ഭയങ്കര ഡിഫറെന്റ് കിടിലൻ ഗെറ്റപ്പിലാണ് ആര്യ. സിനിമയുടെ ക്ലൈമാക്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. 5 കോടിയോളമാണ് ക്ലൈമാക്സിന് വേണ്ടി മാത്രം മുടക്കാൻ തയ്യാറായിരിക്കുന്നവർ. അപ്പൊ എന്തായാലും അതൊരു വലിയൊരു സംഭവം. ആ ഒരു പോർഷന് വേണ്ടി മാത്രം അത്രയും ബിഗ് ബഡ്ജറ്റ്. അതെ, അത് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. എനിവേസ് എന്തായാലും കടമ്പ എന്നാണ് മൂവിയുടെ പേര്. കടമ്പൻ. അതെ, ക്ലൈമാക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ആര്യയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്നത് 50 ആനകളുടെ കൂടെ. ഈ ആനകൾക്കെല്ലാം ഓഡീഷൻ ഉണ്ടായിരുന്നു. 300 ആനകളിൽ നിന്നാണ് 50 ആനകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ള ആന വെളുത്തിരിക്കും. അതൊന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തായാലും ഒരു ഓഡീഷൻ നടന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എടുക്കുക? അതെ, ഇപ്പൊ ആര്യയും ഡയറക്ടറൊക്കെ ഇനി തായ്ലാന്റിലേക്ക് പോകാനിരിക്കുവാണ്. തായ്ലാന്റിലാണ് സംഭവം ക്ലൈമാക്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാഘവയാണ് ഈ മൂവി ഡയറക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ബാക്കി പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. ഇനി തായ്ലൻഡിലേക്ക് ഡയറക്ടറും ആര്യയും കൂടെ പോയിരിക്കുകയാണ്. ഒരുപാട് റെഡി ആയതിനു ശേഷമാണ്. എനിക്ക് അത്രമാത്രം എക്സൈറ്റഡ് ആയി ഞാൻ ഇത് കേട്ടപ്പോ. കാരണം അത്ര ഒരു അങ്ങനെ ഒരു ക്ലൈമാക്സ് അല്ലേ, ഇതൊരു ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഒരു ക്ലൈമാക്സ് എടുക്കുന്നു. പിന്നെ അത് കൂടാതെ മാത്രമല്ല ഈ ആനകളെ മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ, ഒരു ആനയൊന്നും അല്ല, 50 ആനേനെ ഒരുമിച്ച് റെഡിയാക്കി നിർത്താൻ. എന്തായാലേ, അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓൾറൈറ്റ്, അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യൂട്ടീസ് നൈറ്റീസ് ആണ്. സോ ട്രെയിലേഴ്സ് ടൈം ആയിരുന്നു. എനിവേസ്, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് ആണോ, അത് ഗോസിപ്പ് ആണോ, എങ്ങനെ പറയണം എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ പറഞ്ഞ ഗോസിപ്പിന്റെ മറുഭാഗം. അതെ, പണ്ട് ഗോസിപ്പ് പറഞ്ഞിരുന്നു, അതിന്റെ ഏകദേശം ലിങ്ക് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോ നയൻതാരേനെയും വിഘ്നേഷിനെയും കുറിച്ചാണ്. ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ഗോസിപ്പ് വലിക്കാത്തോണ്ടാണ്. നയൻതാരയെ പറ്റി ഇങ്ങനെ അത്രയും നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരു നടിയെ കുറിച്ച് നയൻതാര എന്ന് പറയുമ്പോൾ തന്നെ ചുറ്റും ഒരു കൊട്ട ഗോസിപ്സും ഉണ്ടാവും. ഇത്രയും ഗോസിപ്പ് കിട്ടിയ വേറെ നടിയില്ല. അതെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് വരെ നമ്മൾ കേട്ടിരുന്ന വിഘ്നേഷ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും വിഘ്നേഷ് മാറിയിട്ട് വേറെ എന്തെങ്കിലും പേരുകൾ വന്നു. വിഘ്നേഷ് പിരിഞ്ഞു, അതിന് പിന്നിൽ ആരുടെ കറുത്ത കൈയാണെന്നൊക്കെ പറഞ്ഞ് കറുത്ത കയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ സംഭവം. അതായത് പുതിയ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട്, നല്ല റൊമാൻറ്റിക്. 63ാമത് ഫിലിം ഫെയർ അവാർഡില് നയൻതാരയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഞാനും റൗഡിദാൻ എന്ന മൂവിയിൽ വിഘ്നേഷിന്റെ മൂവിയിലെ നയൻതാരയായിരുന്നു നായികയായിട്ട് വന്നിരുന്നത്. ആ മൂവിക്ക് തന്നെയാണ് നായികയായിട്ട് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പുരസ്കാരം വാങ്ങിച്ചത്
പോയതിന് ശേഷം ആ പഞ്ചുള്ള ഡയലോഗ് പറഞ്ഞത് ഈ അവാർഡ് വിഘ്നേഷിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് നയൻതാര. വിടുവോ പിന്നെ ആൾക്കാര്. പിന്നെ അത് കഴിഞ്ഞ അവിടുന്ന് പോയി നേരെ ഇരുന്നത് വിഘ്നേഷിന്റെ അടുത്താണ്. പിന്നെ റൊമാൻറ്റിക് ഫോട്ടോസും അതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിനി സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അടുത്തോ അതോ ഇനി കുറച്ച് കഴിയുമ്പോൾ അകലോ എന്തായാലും ഇതിന്റെ ബാക്കി വീണ്ടും ഉണ്ടാവും. ഇനി എപ്പോഴും ഗോസിപ്പായിട്ട് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും വരെ നമ്മളല്ല, നമ്മളങ്ങനെ പറയാറില്ലല്ലോ. ഓൾ റൈറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ ട്രെയിലേഴ്സും ടീസറും ഒക്കെ കണ്ട സ്ഥിതിക്ക് ഒരു ട്രാക്ക് നമ്മൾ കണ്ടിട്ടില്ല. സോ നെക്സ്റ്റ് നമുക്കൊരു ട്രാക്ക്